നമുക്ക് വെറുതെ ഒന്ന് ഈ രാത്രിയിൽ ഒരൊറ്റ കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി. നിങ്ങളുടെ പ്രളയകാലത്ത് ഇങ്ങനെ ഒലിവില കൊമ്പുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ആ വ്യക്തി ഓർമ്മിക്കുക. രണ്ട്, ഓരോരുത്തരും അവരവരുടെ പ്രളയകാലങ്ങളിൽ കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്തുമായിട്ടാണ് അവരിലേക്ക് പറഞ്ഞു ചെല്ലുന്നത്. എപ്പോഴും രണ്ട് തരത്തിൽ വേദപുസ്തകം വായിക്കാനായിട്ട് പറ്റണം. ഒന്നിങ്ങനെ നമ്മൾ കടന്നു പോകുന്ന ഒന്നായിട്ട്, നമ്മൾ നൽകേണ്ട ഒന്നായിട്ട്. ഈ രണ്ട് തലത്തിൽ ഈ വേദപുസ്തകം വായിച്ചാൽ മാത്രമേ ആ വേദപുസ്തകത്തിന് നമ്മുടെ ജീവിതത്തിലും ലോകത്തിൻ്റെ ക്രമത്തിലുമൊക്കെ പരിണാമം സൃഷ്ടിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുജനത്തിലേക്ക് സ്നേഹവന്ദനം. അവൻ്റെ വക്ഷസ്സിനോട് ചേർന്ന് കിടന്ന ശുദ്ധ സ്നേഹത്തിൻ്റെ മുലപ്പാൽ കുടിച്ച ഒരാളെക്കുറിച്ച് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ വാരത്തെ ചിന്ത അവസാനിപ്പിച്ചത്. യോഹന്നാനാണത്. വർഷങ്ങൾക്ക് ശേഷം ജീവിത സായന്തനത്തിൽ പാത്മസ് എന്ന് പറഞ്ഞൊരു ദ്വീപിൽ ഏകാന്ത തടവുകാരനായിരിക്കുമ്പോൾ ആ രാത്രിയുടെയും അത്താഴത്തിൻ്റെ മുഖഹർഷം അയാളെ പഴയ വീഞ്ഞ് കണക്ക് ലഹരി ഉള്ളതാക്കി മാറ്റുന്നു. അയാളിങ്ങനെയാണ് കുറിക്കുന്നത്: അവൻ നമ്മളെ ആദ്യം സ്നേഹിച്ചു, അതുകൊണ്ട് നമ്മളും പരസ്പരം സ്നേഹിക്കുന്നു. ഹീ ഹാസ് ലവ്ഡ് us first, therefore we love each other. നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രകാശമോ ധാരണയോ കിട്ടാതെ ഒരാൾക്കും സ്നേഹപൂർവ്വം ഈ വാഴ്വിലൂടെ കടന്നു പോകുക എളുപ്പമല്ല. ആ സ്നേഹത്തിലേക്ക് മിഴി തുറക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അസീസിലെ ഫ്രാൻസിസിൻ്റെ ആ പുരാവൃത്തം ഓർമ്മിക്കുക. ഈ മനുഷ്യന് പെട്ടെന്നൊരു ദിനത്തിലാണ് തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന, തന്നെ ഇങ്ങനെ എൻഷൗഡ് ചെയ്യുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചൊരു ധാരണ കിട്ടുന്നത്. അതോടെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിന് മീതെയുള്ള പിടി അങ്ങ് വിട്ടുപോവുകയാണ്. അല്ല, ഉന്മാദിയാവുകയാണ്. തെരുവോരങ്ങളിലൂടെയും ഇടവഴികളിലൂടെയും ചന്തസ്ഥലങ്ങളിലുമൊക്കെ ഈ മനുഷ്യൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്: സ്നേഹമേ, സ്നേഹിക്കപ്പെടാതെ പോയ സ്നേഹമേ. എനിക്ക് തോന്നുന്നു കുറച്ച് കുലീനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, കുറച്ച് സ്വാഭാവികമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും സായന്തനത്തിൽ ഏറ്റവും വലിയ ദുഃഖം അത് തന്നെയായിരിക്കും. സ്നേഹമേ, എൻ്റെ സ്നേഹിക്കപ്പെടാതെ പോയ സ്നേഹമേ. അത് കൂട്ടുകാരുടെ സ്നേഹമാവാം, പേരൻസിൻ്റേതാവാം, സിബ്ലിങ്സിൻ്റേതാവാം, ഈ കമ്പാനിയൻസിൻ്റേതാവാം. സ്നേഹിക്കപ്പെടാതെ പോകുന്ന സ്നേഹമെന്ന് പറഞ്ഞ സങ്കല്പത്തിൽ നിന്നാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉണരുന്നത്. അതിന് തളിർപ്പുകളും പൂക്കളും പഴങ്ങളുമൊക്കെ ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ സ്നേഹത്തിലേക്ക് ഇത്രയും ഉണർവ് കിട്ടാത്തത്? എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു കടമ്പ എന്ന് പറയുന്നത്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ഭംഗിയില്ലായ്മ തന്നെ, അതിൻ്റെ കുലീനതയില്ലായ്മ തന്നെ. ഒരു ആത്മശോധന എന്ന നിലയിലാണ് ഞാനിത് പറയുന്നത്. ഒരാളെയും കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത്, ഒരാളിലേക്കും വിരൽ ചൂണ്ടുക എന്ന് പറയുന്നത് അല്പം പോലും ഒരു രീതിയല്ല. ഒരു ഇൻട്രോസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് പിടുത്തം കിട്ടുന്നത് തന്നെയാണ് എൻ്റെ നല്ലതല്ലാത്തൊരു പരിസരം, എൻ്റെ നല്ലതല്ലാത്ത ചായ്വുകളാണ് ഈ ശുദ്ധസ്നേഹത്തിന് ഉണർവിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്നതിൽ നിന്നുള്ള ഏറ്റവും വലിയ കടമ്പ. അതിൽ തട്ടിയാണ് ഞാൻ വീഴുന്നത്. കാരണം സ്നേഹമെന്ന് പറയുന്നത് ഏറ്റവും ശുദ്ധമായ ഒരു അനുഭവത്തിൻ്റെയോ ഒരു നിലനിൽപ്പിൻ്റെയോ ഒക്കെ പേരാണ്. അഗാപ്പ എന്നൊരു വാക്കാണ് നമ്മൾ ബോധപൂർവ്വം ഈ ദിവസങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്യുവർ ലവ്. ചിലപ്പോൾ തോന്നുന്നു ഈ പ്യുവർ എന്നുള്ള വിശേഷണം പോലും ആവശ്യമില്ല. കാരണം സ്നേഹം അതിൽ തന്നെ ആ പ്യൂരിറ്റി എന്ന് പറയുന്ന ഒരു വിശേഷണം അർഹിക്കുന്നുണ്ടാണ്. അപ്പോൾ അത്ര ശുദ്ധമല്ലാത്ത നമ്മുടെ ജീവിതശൈലികൾ, ഇടപെടലുകളൊക്കെ ഈ ശുദ്ധ സ്നേഹത്തിൻ്റെ അനുഭൂതിയിലേക്ക് തുഴഞ്ഞെത്തുന്നതിൽ നമ്മളെ തടസ്സപ്പെടുത്തും. നമ്മുടെ നയമ്പൊക്കെ ആ പുഴയിൽ പെട്ടു പോവുകയാണ്. അപ്പം അതിനെ വീണ്ടെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ക്ഷണം കൂടി ഈ ദിനങ്ങളിൽ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ്. ലോകം മുഴുവൻ ഒരു ക്ലെൻസിങ്ങിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെയാണ് കുറച്ചുകൂടി ഫിലോസഫിക്കലായിട്ട് ഈ പാൻഡമിക് കാലത്തെ വ്യാഖ്യാനിക്കുന്നവർ പറയുക. ശരിയാണ്, വലിയ ദുര്യോഗങ്ങളും വലിയ ദുരന്തങ്ങളും ഹൃദയഭേദകമായ മരണങ്ങളും വിരഹങ്ങളും ജീവിത മുമ്പിലേക്കുള്ള വഴിമുട്ടിയുമൊക്കെയാണ് ഈ കാലം ഇങ്ങനെ മുടഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും ഇവർ പറയുന്നത് കുറേ കാലം കഴിയുമ്പോൾ ഈ ഹീബ്രു ബൈബിൾ വായിക്കുന്നതാണെങ്കിൽ ഹീബ്രു വായിക്കുന്ന കണക്കാണ് ജീവിതം. ഈ പൊറോട്ട് വായിക്കുമ്പോൾ, ഈ മുഴുവൻ ലോകത്തെക്കുറിച്ചുള്ളൊരു വീക്ഷണം എടുക്കുമ്പോൾ, ഒരു ഏരിയൽ വിഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ടായേക്കാം. ലോകം അതിൻ്റെ ഒരു ക്ലെൻസിങ് പ്രക്രിയയിലൂടെ കടന്നു പോവുകയാണ്. വലിയ ദുഃഖങ്ങളിൽ തട്ടി നിൽക്കുന്ന
എനിക്കോ നിങ്ങൾക്കോ ഒക്കെ അത്രയും കൺവിൻസിങ് ആണെന്ന് പറയാനാവില്ല. പക്ഷെ വെറുതെ ഒന്ന് അതിനെ ആ ഒരു ആംഗിളിൽ നിന്ന് കണ്ടു തുടങ്ങുന്നത് ഒരു പക്ഷേ കുറേ കൂടി ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഈ കാലത്തെ കാണാനായിട്ട് നമ്മളെ സഹായിക്കും. ഒരു തരം പ്യൂരിറ്റിയിലേക്ക്, ഒരു തരം ശുദ്ധിയിലേക്കൊക്കെ ഒരു വല്ലാത്ത സ്വാഭാവികമായ ക്ഷണം ഈ കാലത്തുണ്ടാകുന്നുണ്ട്. ഈ മഴക്കാലം കണക്ക് തന്നെ. ഈ മഴ എങ്ങനെയാണോ ലോകത്തെ പ്യൂരിഫൈ ചെയ്യുന്ന കണക്ക്, അത് കണക്ക് തന്നെ ഈ മാരിക്ക് മഴയെന്ന് കൂടി അർത്ഥം കൂടി ഉണ്ടല്ലോ. ഒരു പക്ഷേ ലോകത്തിൻ്റെ ബോധത്തെ കുറേ കൂടി ഒരു ശുദ്ധിയിലേക്കുള്ള ഒരു യാത്രയുടെ ചുവടുകളാക്കി മാറ്റിയെന്നിരിക്കാം. ജീവിതം കുറേ കൂടി പ്യുവറാക്കുക എന്നുള്ളതാണ് സ്നേഹവുമായി കണക്റ്റായിട്ട് ജീവിക്കാനുള്ള ഏറ്റവും നല്ലൊരു സാധ്യത. അല്ലെങ്കിൽ അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച്. യേശുവിൻ്റെ ജ്ഞാനസ്നാനമൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിലും വായിച്ചെടുക്കാവുന്ന, നമുക്കറിയാം യേശു ജീവിതത്തിലെ ഏതൊരു എപ്പിസോഡും ഏതൊരു വിചാരവുമായി ബന്ധപ്പെടുത്തി വായിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിൽ അത്രയും ഓർഗാനിക്, അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്പിറേഷനുള്ള വിചാരങ്ങളാണ്. യേശുവിൻ്റെ ജ്ഞാനസ്നാന കഥ എങ്ങനെയാണ് നമ്മൾ ഈ പശ്ചാത്തലത്തിൽ വായിക്കുക? എന്തിനു വേണ്ടിയായിരുന്നു അക്കാലത്ത് ജ്ഞാനസ്നാനം നടന്നിരുന്നത്? രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഒന്നിങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവർ പ്രാക്ടീസ് ചെയ്തിരുന്ന ആ മതം വിട്ടിട്ട് മറ്റൊരു മതത്തിലേക്ക് പോയി ചേർന്നവർക്ക് ഇങ്ങനെ തിരിച്ചു വരാനായിട്ടുള്ളൊരു ഉപാധിയായിട്ട് ഇത് വെച്ചിരുന്നു. രണ്ടാമതായിട്ട് പെട്ടെന്നൊരു ദിവസം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഗിൽറ്റ് അനുഭവപ്പെടുന്ന മനുഷ്യർക്ക്, തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് റിപ്പൻറ്റൻസ് അനുഭവപ്പെടുന്ന മനുഷ്യർക്ക് അതിൻ്റെ ഒരു പബ്ലിക് ജസ്റ്റർ എന്ന നിലയിലായിരുന്നു ഈ പറഞ്ഞ ജ്ഞാനസ്നാന പ്രക്രിയയിലൂടെ കടന്നു പോവുക. അതുവഴി അവർ പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങൾക്കറിയാത്ത ഇടറിയൊരു സ്വകാര്യ ജീവിതം ഞങ്ങൾക്കുണ്ടായിരുന്നു, അത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറാവുന്നത്. അതൊരു പബ്ലിക് കൺഫെഷനായിരുന്നു ഈ ജ്ഞാനസ്നാനം. സ്വാഭാവികമായിട്ട് ഈ നിലയിൽ നിൽക്കേണ്ട ഒരാളല്ല യേശു. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ മുമ്പിൽ സ്നാനത്തിന് വേണ്ടി ഊഴം കാത്തു നിൽക്കുന്നവരിടയിൽ ഈ പറഞ്ഞ ചെറുപ്പക്കാരനെ ജോൺ തിരിച്ചറിയുന്നത്. ഏതാനും മാസങ്ങളും മാത്രം ഇളപ്പമുള്ള തൻ്റെ തന്നെ ബന്ധുവായൊരു ചെറുപ്പക്കാരൻ നിൽപ്പുണ്ട്. അയാളെ തിരിച്ചറിഞ്ഞ ഈ കൂട്ടത്തിൽ നിന്ന് എംപോസ് ചെയ്ത് നിൽക്കുന്ന ഈ ചെറുപ്പക്കാരൻ്റെ ശുദ്ധിയെ തിരിച്ചറിഞ്ഞ് ജോൺ പറയുന്നുണ്ട്, നീ എന്തിനാണ് എൻ്റെ അടുക്കിലേക്ക് വരുന്നത്? ഞാൻ നിൻ്റെ അടുക്കിൽ നിന്നാണ് സ്നാനം സ്വീകരിക്കേണ്ടത്. അപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ എഴുതപ്പെട്ടതുപോലെയൊക്കെ സംഭവിക്കട്ടെ, സർവ്വനീതികളിലൂടെയും കടന്നു പോവുക എന്നുള്ളത് എത്രയോ ഉചിതമാണ്. എന്നിട്ട് ഈ പുഴയിലേക്ക് മുങ്ങി നിവരുമ്പോൾ ആകാശം അവനെ പൊതിഞ്ഞു. ആ ആകാശത്തിൽ നിന്ന് ഒരു പ്രാവിൻ്റെ ചിറകടി പോലെ ഒരു ശബ്ദം അവനെ തേടി വരികയാണ്, നീ എൻ്റെ പ്രിയപ്പെട്ടവൻ, യു ആർ മൈ ബിലവഡ്. ഇതൊരു വാക്കാത്. CJ തോമസിനെ കുറിച്ച് റോസി തോമസ് എഴുതിയ ആത്മകഥയുടെയൊക്കെ തലക്കെട്ട് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ, നീ എൻ്റെ പ്രിയൻ. ഇതിനേക്കാൾ വലിയ സാക്ഷിയാണ് കിട്ടുക. വാസ്തവത്തിൽ ഒരാൾ അയാളുടെ ശുദ്ധിയിലേക്ക് ഓറിയൻറ്റ് ചെയ്യുമ്പോൾ, ശുദ്ധിയെ കുറേ കൂടി അസ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ അയാൾക്ക് പിടുത്തം കിട്ടുന്ന ഏക മന്ത്രം ഇതാണ്, ഈ മുഴുവൻ പ്രപഞ്ചവും അയാൾ കണ്ടുമുട്ടുന്ന അപരിചിത ഉൾപ്പെടെയുള്ളവർ അയാൾ പറയാൻ ശ്രമിക്കുന്നത് തന്നെയാണ്, നീ എൻ്റെ പ്രിയപ്പെട്ടവൻ, യു ആർ മൈ ബിലവഡ്. ആ ഒരൊറ്റ പ്രകാശത്തിലാണ് ഈ പറയുന്ന ചെറുപ്പക്കാരൻ പ്രലോഭനങ്ങളുടെ മരുഭൂമിയിലേക്ക് നടന്നു പോകുന്നത്. ഏതൊരു പ്രലോഭനത്തെയും അഭിമുഖീകരിക്കാനും അതിജീവിക്കാനുമായിട്ടുള്ള ഒരാളുടെ ഏറ്റവും വലിയ മൂലധനമെന്ന് പറയുന്നത് ഈ സ്നേഹിക്കപ്പെട്ടെന്നുള്ള ബോധമാണ്. ആ സ്നേഹിക്കപ്പെടുന്നുള്ള ബോധത്തിലേക്ക് കണക്റ്റഡ് ആകാനായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനവൻ്റെ ആ ഒരു നിഷ്കളങ്കതയിലേക്ക് മടങ്ങിപ്പോവുക, പ്യൂരിറ്റിയിലേക്ക് മടങ്ങിപ്പോവുക. അല്ലാതെ നമുക്കിതായിട്ട് കണക്ട് ആകാൻ പറ്റത്തില്ല. അതിനകത്തൊക്കെ പരിക്ക് പറ്റിയ ഒരു കാലത്തിനകത്ത് ഒരു സ്നേഹവും നമ്മളെ തൊട്ടിട്ടില്ല, ഒരു സ്നേഹവുമായിട്ട് നമ്മൾ കണക്റ്റ് ആവുന്നില്ല, ഒന്നും സ്നേഹം ഉണർത്തുന്നില്ല, ഒരു സ്നേഹവും കണ്ണു നിറക്കുന്നില്ല. അപ്പം അതൊക്കെ അതിന് അസ്പയർ തുടങ്ങുമ്പോൾ, ചില പ്രായച്ചിത്തങ്ങളിൽ കടന്നു പോകുമ്പോഴേക്കും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പിന്നെയും പിടുത്തം കിട്ടുക. അപ്പം അവനവൻ്റെ നിഷ്കളങ്കതയിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളത് തന്നെയാണ് സ്നേഹത്തിലേക്കുള്ള ആ പറഞ്ഞ ആ കോറിഡോർ. ഈ ഇടനാഴിലൂടെ അല്ലാതെ ആർക്കും സ്നേഹത്തിൻ്റെ സ്വപ്നഭവനത്തിലേക്ക് എത്താനാവില്ല. നമ്മുടെ കാലം കുറേ കൂടി ശുദ്ധിയുള്ളവരാകാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. കോവിഡ് കാലം തന്നെയാണ് പരാമർശിച്ചു വരുന്നത്, ഒപ്പം മഴക്കാലവും. രണ്ടിനെയും മാറിയെന്ന് തന്നെയാണ് പറയുന്നത്. രണ്ടും അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നുണ്ട്. കോവിഡ് കാലം തന്നെ എടുത്തു നോക്കുക, എന്തുമാത്രം കഠിനമായ ദുഃഖങ്ങളും എന്തുമാത്രം വിരഹങ്ങളും എന്തുമാത്രം മരണങ്ങളുമൊക്കെ നൽകിക്കൊണ്ടാണ് ഈ കാലം കടന്നു പോവുക. എന്തുമാത്രം ഉറ്റവരാണ് ഇങ്ങനെ നമുക്ക് ഓർക്കുമ്പോൾ ചങ്കുവേദന തരുന്ന വിധത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് ഇങ്ങനെ കുരുങ്ങിപ്പോയിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും ചരിത്രത്തെക്കുറിച്ച് പറയുന്നത്, ചരിത്രം ഈ ഹീബ്രു വായിക്കുന്ന കണക്കാന്നാണ് പറയുന്നത്, ഈ പുറകോട്ട് വായിക്കുക എന്നുള്ള. എന്തും പുറകോട്ട് വായിക്കുമ്പോഴേക്കും അതിനകത്ത് നിന്ന് എന്തോ ഒരു ഭംഗിയുള്ളൊരു എലമെൻ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇത് പൊതുവെയുള്ള ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയുള്ള വീക്ഷണത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം
ഈ കോവിഡ് കാലത്തെ എങ്ങനെയായിരിക്കും ചരിത്രം അടയാളപ്പെടുത്താൻ പോവുക? കുറേ അധികം പേരുടെ ജീവൻ ഒടുക്കിയെന്നോ, കുറേ അധികം പേരെ നിത്യദുഃഖത്തിലാക്കിയെന്നോ, കുറേ അധികം പേരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിയെന്നോ എന്നൊക്കെ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനകത്ത് ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, ഒരു പ്രത്യാശയുള്ള കാര്യം സംഭവിച്ചിട്ടുണ്ട്. എന്താണത്? ഒരു ക്ലെൻസിങ് പ്രക്രിയയിലൂടെ ലോകം കടന്നുപോയി. വളരെ കുറച്ച് കാര്യങ്ങൾ ജീവിക്കാനും, ഏറ്റവും അടുപ്പമുള്ളവരോടൊത്ത് ചേർന്നിരിക്കാനും, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെന്ന് തിരിച്ചറിയാനും, ഈ പ്രയോറിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു കാര്യം നിശ്ചയിക്കാനും ഒക്കെ ഈ കാലം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഈ ബ്രത്ത് എന്ന് പറഞ്ഞൊരു കാര്യം എടുക്കുക. ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഒരു ലോകം മുഴുവൻ ഇങ്ങനെ ശ്വാസം വിട്ടുവന്ന്? ഇങ്ങനെ ഒരു വലിയൊരു നരകത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ നിലവിളി, എനിക്ക് ശ്വാസം മുട്ടെന്ന് പറഞ്ഞ നിലവിളി എനിക്ക് തോന്നുന്നത് ഏകദേശം 1 വർഷം മുമ്പാണ്. അത് കണക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ലോകത്തിന് ശ്വാസം മുട്ടുന്നൊരു കാലം. അപ്പോഴാണ് നമുക്ക് പിടുത്തം കിട്ടുന്നത് ഈ ശ്വാസം എത്ര പ്രധാനപ്പെട്ടതായിരുന്നു. ടോട്ടലി ഓരോന്നിൻ്റെയും ഭംഗികളെ തിരിച്ചറിയാനായിട്ട് പറ്റുന്ന രീതിയിൽ ഈ കാലം എന്തെങ്കിലുമൊക്കെ അവശേഷിപ്പിക്കുമെന്നുള്ളതാണ് പ്രത്യാശയിൽ ചരിത്രത്തെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ അത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഒരു ഒപ്റ്റിമിസ്റ്റിക് ഒരു ചരിത്രം പറയുക, ഒരു സമൂഹത്തെ അപഗ്രഥിക്കുക എന്നുള്ളത് നമ്മുടെ ജീനിൽ അത്രയും പതിഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. എക്സെപ്ഷണലായിട്ട് തോന്നുന്ന ഒരു കുറിപ്പെന്ന് പറയുന്നത്, ഒരു കോളം എന്ന് പറയുന്നത് മാതൃഭൂമിയിലൊക്കെ ഉള്ള മേതിൽ രാധാകൃഷ്ണൻ്റെ കോളമാണ്. 19 എന്നുള്ള പേരുള്ള ആ ഒരു കോളം എന്തെങ്കിലുമൊക്കെ ഒരു വായനയിലും മനുഷ്യൻ്റെ നന്മയിലുമൊക്കെ താല്പര്യമുള്ള ഒരു തപ്പിയെടുത്ത് വായിക്കേണ്ടതെന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനകത്ത് അത്രയും പ്രകാശമുണ്ട്. ഏറ്റവും അടുത്ത മാതൃഭൂമിയിൽ വന്ന ആ കുറിപ്പുകളിലൊന്ന് ഈ ക്ലെൻസിങ് എന്ന് പറഞ്ഞ പാഠവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഈ കൈ കഴുകുക എന്ന് പറഞ്ഞൊരു പ്രക്രിയ എവിടെ നിന്ന് ആരംഭിക്കുക എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ചരിത്രം പറയുമ്പോഴേക്കും 2 ക്ലിനിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. വയറ്റാട്ടികൾ മാത്രം ഇങ്ങനെ ഡെലിവറി എടുക്കുന്ന ഒരു ക്ലിനിക്ക്, 2 വളരെ എന്താ പറയുന്ന എക്വിപ്ഡായിട്ടുള്ള, വളരെയേറെ ധാരണയുള്ള, പഠിച്ച ഡോക്ടർമാരെടുക്കുന്ന ഈ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ പ്രസവം. എന്നിട്ടും ഈ ശിശുക്കളുടെ മരണനിരക്കെന്ന് പറയുന്നത് ഈ പറഞ്ഞ രണ്ടാമത് പറഞ്ഞ സെഗ്മെൻറ്റിലായിരുന്നു കൂടുതൽ. വയറ്റാട്ടുകളിൽ അവിടെ വളരെ സേഫായിരുന്നു. അതിന് കാരണമൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടെത്തുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർ വരുന്നത് അത്ര ശുദ്ധിയുള്ള പരിസരത്തിൽ നിന്നല്ല. കാരണം രോഗാതുരമായൊരു ഇടത്തിൽ, പത്തോളജിക്കലായ ഇടങ്ങളിൽ നിന്നാണ് ഇവർ ഈ പറഞ്ഞ അമ്മയുടെ അടുക്കിലേക്ക് വരിക. സിക്കായ ഒരു സാഹചര്യങ്ങളിൽ നിന്നാണ് വരിക. വയറ്റാട്ടുകളാവട്ടെ കുറേ കൂടി നെയ്വായിട്ട് ജീവിക്കുന്നതും, കുറേ കൂടി ഹെൽത്തിയായി ജീവിക്കുന്നതും, കുറേ കൂടി റൂറലായ ഇടങ്ങളിൽ നിന്ന് വരുന്നതുമായതുകൊണ്ട് ഈ പറഞ്ഞ ചില കാര്യങ്ങൾ ഈ അമ്മയ്ക്കോ കുഞ്ഞിനോ ഹാംഫുള്ളായിട്ട് സംഭവിക്കുന്നില്ല. അപ്പം അങ്ങനെ ക്ലെൻസിങ് എന്ന് പറഞ്ഞ ഒരു പരിസരത്തിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് നിലനിൽപ്പിൻ്റെ ഒരു വലിയ ഘടകമായിട്ട് തിരിച്ചറിഞ്ഞൊരു ചരിത്രമുണ്ട്. നൈറ്റിംഗലായിരുന്നു ഇതിൻ്റെയൊക്കെ ഏറ്റവും ഒരു അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു പ്രാരംഭമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയെന്നൊക്കെയാണ് മേതിൽ അതിനകത്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം പട്ടാളത്തിലൊക്കെ കൊല്ലപ്പെടുന്ന മനുഷ്യരെക്കുറിച്ചുള്ള അവരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് അവർ പറയുന്നത് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരെക്കാൾ കൂടുതലായിട്ട് ഇത്തരം അനാരോഗ്യകരമായ സാഹചര്യങ്ങളുടെ ഇരകളായിട്ട് മരിക്കുന്ന പട്ടാളക്കാരുടെ എണ്ണം കൂടുതലാണെന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ കൈ കഴുകാൻ തുടങ്ങിയ ചെറിയ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കാനായിട്ടുള്ള ഇവരൊരു ക്ഷണം വരുന്നത്. ഫസ്റ്റിൽ ഒരു ഫിസിക്കൽ പെയിന് മാത്രം ചിന്തിക്കേണ്ട കാര്യമല്ല. എല്ലാ ഇടങ്ങളിലും ഒരു ബി ക്ലീൻ എന്ന് പറഞ്ഞ ഒരു യേശു മൊഴിക്ക് മുഴക്കമുണ്ടാവേണ്ട ഒരു കാലമാണ്. അങ്ങനൊരു യേശുവാക്കുണ്ട്, നീ ശുദ്ധമായിരിക്കുക. അപ്പോൾ കുറേ കൂടി ജീവിതം അതിൻ്റെ ശുദ്ധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സ്നേഹത്തിൻ്റെ സാധ്യതകളിലൊക്കെ നമുക്ക് പിടുത്തം കിട്ടും. നമ്മൾ അവഗണിച്ച് പോയ പലയിടങ്ങൾക്കകത്തും പുതിയ പുതിയ തളിർപ്പുകൾ നമ്മളെ തേടി നിൽപ്പുണ്ടാവും. ഓരോ ദിവസവും ഒരു പുതിയ സ്നേഹത്തിൻ്റെ അനുഭവം നിങ്ങളെ കാത്തു നിൽപ്പുണ്ടാവും. അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ വിലാപത്തിൻ്റെ പുസ്തകത്തിനകത്ത്, ഓരോ പുലരിയിലും അവൻ്റെ സ്നേഹം പുതിയതാണ്. ഓരോ പുലരിയിലും ദൈവത്തിൻ്റെ സ്നേഹം മാത്രമല്ല പുതിയത്, നിങ്ങളുടെ സ്നേഹവും പുതിയതാണ്, അല്ലെങ്കിൽ പുതുക്കേണ്ടതാണ്. അപ്പം അത്രയുമൊക്കെ ഉള്ള ഒരു സ്നേഹവിചാരങ്ങൾക്കകത്ത് നമ്മൾ പതുക്കെ ഈ 1 കൊറിന്ത്യർ 13 പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു കാലമായെന്ന് തോന്നുന്നു. എന്നെ ഈ ഒരു മെഡിറ്റേഷന് ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഒരു ടെക്സ്റ്റായിട്ട് ഞാൻ എടുത്തൊരു പുസ്തകം എന്ന് പറയുന്നത് ഈ പുസ്തകമാണ്, എ ലവ് വർത്ത് ഗിവിങ് എന്ന് പറയുന്ന ഈ പുസ്തകം. വളരെ നല്ലതാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഈ മാക്സ് ലുക്കാർഡ് എന്ന ഓതർ വളരെ നല്ല. കുറച്ച് ഇംഗ്ലീഷിനോട് താല്പര്യമുള്ളവരും ഇംഗ്ലീഷിൽ വായിച്ചെടുക്കാൻ പറ്റുന്നവർ ഈ ഓതറെ കണ്ടെത്തി വായിച്ചാൽ നല്ല. കാരണം വളരെയേറെ എന്ത് ചെയ്യുന്നുണ്ട്, അഗാധമായ ഒരു ക്രിസ്താനുഭവത്തിൽ നിന്നുകൊണ്ട്, സ്നേഹാനുഭവത്തിൽ നിന്നുകൊണ്ട്, വളരെ പോയറ്റിക്കായിട്ട്, വളരെ സെൻസിബിളായിട്ട്, അല്പം പോലും ഒന്നിനെയും വെർഡിക്റ്റ് വിധിക്കാതെയൊക്കെ ഉള്ള വളരെ ഒരു അരൂപിയുടെ സ്പർശമുള്ള പുസ്തകമായിട്ടൊക്കെ എനിക്ക് അനുഭവപ്പെടുന്നൊരു ഓതർ അയാളാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ പല ചിന്തകൾക്കും
വാസ്തവത്തിൽ ഈ ഓതറോട് ഉള്ള എൻ്റെ ഒരു കടപ്പാട് നിശ്ചയമായിട്ടും ഏറ്റുപറയേണ്ട ബാധ്യതയുണ്ട്. ലവ് ഓൾവേസ് ഹോപ്സ് എന്ന പേരിൽ തന്നെ ഒരു അധ്യായം ഇതിനകത്തുണ്ട്. സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു. അങ്ങനെ നോഹയുടെ പെട്ടകത്തിൻ്റെ കഥ പറഞ്ഞിട്ടാണ് അയാൾ ആ ഒരു അധ്യായം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പ്രളയമാണ്, എങ്ങും ഒരു വെറുതെ വെള്ളം മാത്രം. മനുഷ്യൻ്റെ ഏറ്റവും പ്രാചീനമായ ഭയങ്ങളിലൊന്ന് ഈ ജലവുമായി ബന്ധപ്പെട്ടെന്ന് പറയുക. നമുക്കറിയാവുന്ന കണക്ക് ഇങ്ങനെ 71% വരുന്ന ജലം ബാക്കിയുള്ളൊരിത്തിരി മണ്ണിനെ എന്ന് വിഴുങ്ങുന്നുള്ള പേടിയിലാണ് ഈ ഭൂതലത്തിൽ പിറന്ന എല്ലാ മനുഷ്യരും. ഒരു കളക്റ്റീവായ ഒരു ഫിയറാണ്. നമ്മളതിന് നേരിട്ട് അഭിമുഖീകരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല, മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ ഉള്ളിൽ ആ ഭയം കോറിയിട്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ പുരാതന വംശങ്ങളിലും സംസ്കാരങ്ങളിലുമൊക്കെ ഈ പ്രളയത്തിൻ്റെ കഥകൾ ഉണ്ടാവുക. എല്ലാ കാലത്തിലുമുണ്ട്. നോഹയുടെ പ്രളയം കഥകൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ പഠിക്കുമ്പോൾ അതിന് മറ്റു ചില ദേശത്തിൻ്റെ കഥകളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ മറ്റുള്ള ചില എക്സൈറ്റിക്കലായ വായനയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയമാണ് പ്രളയം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കടലിലെ തിരകൾ ഉയർന്നു പോവുകയോ ഡാം പൊട്ടി ഒഴുകുക എന്നുള്ളതല്ല. വാസ്തവത്തിൽ നമ്മൾ വെറുതെ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ലോക്ക്ഡാവുന്ന ഒരു പ്രക്രിയ പേരാ പ്രളയം. ഒന്നുമില്ല നമ്മുടെ മുമ്പിൽ പ്രതീക്ഷിക്കാനായിട്ടൊന്നുമില്ല. തണുത്തുറയാനായിട്ട് നമുക്ക് എത്ര നേരം വേണമെന്നുള്ള കൗണ്ട് ഡൗൺ മാത്രം ഉള്ളൂ ഇതിനകത്ത്. അത് ഒരു ഡൈവേഴ്സിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാവാം, ഒരു സംശയത്തിൻ്റെ കരുവായ വ്യക്തിയാവാം, ഒരുപക്ഷെ ജോലി നഷ്ടപ്പെട്ട ഒരാളാവാം. ഒന്നുമില്ല, പ്രതീക്ഷിക്കാനായിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു പേടകത്തിൽ നിന്നുകൊണ്ട് 2 കിളികളെ ഈ മനുഷ്യൻ ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അവശേഷിക്കുന്ന അറിയാൻ വേണ്ടി ഇങ്ങനെ ദൂതരെ കണക്ക് അയക്കുന്നുണ്ട്. ഒന്നൊരു കാക്കയായിരുന്നു, അത് മടങ്ങി വന്നില്ല. പിന്നെ ഇയാളൊരു പ്രാവിനെ അയക്കുക. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ പ്രാവ് അതിൻ്റെ കൊക്കിൽ ഒരു ഒലിവിലയുമായിട്ട് മടങ്ങി വരിക, ഒരു പച്ചയുടെ അടയാളമായിട്ട് മടങ്ങി വരിക. സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ കൊക്കിലെ ഒലിവിലകൾ തന്നെ. ആശിക്കാൻ ഒന്നുമില്ലെന്ന് വിചാരിക്കുമ്പോൾ, മുങ്ങിപ്പോകാനായിട്ടുള്ള നിമിഷങ്ങളുടെ കൗണ്ട് ഡൗൺ ആരംഭിക്കുമ്പോൾ, എവിടുന്നോ ജീവിക്കാനുള്ള പ്രേരണയുമായിട്ട് ഒരു ഒലിവില വരുന്നു. നമുക്ക് കാര്യങ്ങൾ ഒത്തിരി നീട്ടി ഇതിൻ്റെ ഒരു കോമ്പാക്ട്നെസ് കളയണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വെറുതെ ഒന്ന് ഈ രാത്രിയിൽ ഒരൊറ്റ കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി. നിങ്ങളുടെ പ്രളയകാലത്ത് ഇങ്ങനെ ഒലിവില കൊമ്പുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ആ വ്യക്തി ഓർമ്മിക്കുക. 2, ഓരോരുത്തരും അവരവരുടെ പ്രളയകാലങ്ങളിൽ കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്തുമായിട്ടാണ് അവരിലേക്ക് പറഞ്ഞു ചെല്ലുന്നത്. എപ്പോഴും 2 തരത്തിൽ വേദപുസ്തകം വായിക്കാനായിട്ട് പറ്റണം. ഒന്നിങ്ങനെ നമ്മൾ കടന്നു പോകുന്ന ഒന്നായിട്ട്, നമ്മൾ നൽകേണ്ട ഒന്നായിട്ട്. ഈ 2 തലത്തിൽ ഈ വേദപുസ്തകം വായിച്ചാൽ മാത്രമേ ആ വേദപുസ്തകത്തിന് നമ്മുടെ ജീവിതത്തിലും ലോകത്തിൻ്റെ ക്രമത്തിലുമൊക്കെ പരിണാമം സൃഷ്ടിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ലോകം നിരാശയിലേക്ക് വഴുതി പോകുമ്പോൾ, മനുഷ്യർ പെസിമിസത്തിൻ്റെ ഇരയായിട്ട് മാറുമ്പോൾ, നിങ്ങൾ ഈ ഒലിവിലേന്തുന്ന മനുഷ്യരാണോ? നിങ്ങളിലേക്ക് ഒലിവിലേന്തി വന്ന മനുഷ്യരാരൊക്കെ? അവരെ ഓർത്ത് കണ്ണു നിറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ സ്നേഹവർത്തമാനം അവസാനിപ്പിക്കാം. യേശുവിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഹോപ്പെന്നാണ്. 1 തിമോത്തി 1 ഇങ്ങനെ പോൾ ആ വാക്ക് ഉപയോഗിക്കുന്നത്, അവർ ഹോപ്പ്. ലോകത്തെ ഏറ്റവും പ്രതീക്ഷ നൽകിയ ഒരു നാമത്തിൻ്റെ പേരാണ് യേശു. ആ നാമവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ, ആ നാമത്തെ നമസ്കരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ആ നാമത്തെ അർപ്പിച്ച് ജീവിക്കാനാകുന്ന മനുഷ്യർ ഇത്രയും പെസിമിസത്തിൽ ചാടാനാവില്ല. സ്നേഹത്തിൽ നിങ്ങൾ കുറേ കൂടി പ്രതീക്ഷ ഇൻവെസ്റ്റ് ചെയ്യണം. ഹോപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം വെറുതെ ഇങ്ങനെ ഒരു ഡിസയറെന്നോ ഒരാഗ്രഹമെന്നോ അഭിലാഷമെന്നോ മറ്റുള്ളൊന്നുമല്ല അത് ഉപയോഗിക്കപ്പെടുന്നത്. മറിച്ച് മുക്തിക്ക് വേണ്ടിയുള്ള ആത്മവിശ്വാസത്തോടും ആനന്ദത്തോടും കൂടിയുള്ള കാത്തിരിപ്പ്. ഹോപ്പതാ, മുക്തിക്ക് വേണ്ടിയുള്ള ആത്മവിശ്വാസത്തോടും ആനന്ദത്തോടുള്ള കാത്തിരിപ്പ്. എല്ലാത്തിനകത്തുനിന്നും ഒരു ലിബറേഷൻ ഉണ്ടാകും, എല്ലാത്തിനകത്തും വിടുതലുണ്ടാകും. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഒരു ആത്മവിശ്വാസത്തെ രാഗിമിനുക്കുക, ആനന്ദം നിലനിർത്തുക. ഇതിന് വിളിക്കുന്ന വാക്കാണ് ഹോപ്പ്. ഏകദേശം 30ഓളം ഇടങ്ങളിലാണ് ആ ഒരു പദം ഇങ്ങനെ പുതിയ നിയമത്തിൽ ഉപയോഗിക്കപ്പെടുക. കുറേ കൂടി
ആ പുതിയ നിയമത്തിൻ്റെ മനുഷ്യരായിട്ട് നിലനിൽക്കുക. ഹോപ്പ്, പ്രതീക്ഷ കൈമാറുന്ന ഒരാൾ, പ്രതീക്ഷ അനുഭവിക്കുന്ന ഒരാൾ. നത്താനിയേൽ ഹൗത്തോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യന് അയാളുടെ ജോലി പോയി. അയാൾ തൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഇങ്ങനെ ഓൾമോസ്റ്റ് ഇങ്ങനെ തകർന്ന. അയാൾ പറയാൻ പോകുന്ന ആ കാര്യം അയാളുടെ കുടുംബത്തെ എങ്ങനെ ഉലക്കുമെന്ന് അയാൾക്കറിയാം. അയാൾ തൻ്റെ ജോലിയിൽ നിന്ന് സാക്ക് ചെയ്യപ്പെട്ട കാര്യം ഇങ്ങനെ ഏറ്റവും വിഷാദത്തോടുകൂടി തൻ്റെ കൂട്ടുകാരോട് പറയുമ്പോൾ അയാൾ വിചാരിച്ച കണക്കല്ല അവൾ പ്രതികരിച്ചത്. അവൾ പറഞ്ഞു, നിങ്ങളൊരു ജീനിയസാണ്, നിങ്ങൾക്ക് ഈ ഒരു തൊഴിലിൽ എത്രയും കാലം തുടരാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ധൈര്യമില്ലായിരുന്നു. എളുപ്പമല്ല, പലതുമായിട്ട് നിങ്ങൾ വേഗത്തിൽ കണക്ട് ആവുക. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ഈ ഒരു കാലത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് എഴുതിക്കൂടാ? എനിക്ക് തീരെ അതിനകത്ത് ആവേശമില്ല. കാര്യം അയാൾക്ക് എഴുത്തിനോടൊരു ഫ്ലേവറൊക്കെ ഉണ്ട്, ആഭിമുഖ്യമുണ്ട്. പക്ഷേ അതുകൊണ്ട് മുമ്പോട്ട് പോകാമെന്നുള്ളൊരു കാര്യം അയാളുടെ ചിത്രത്തിൽ പോലും ഇല്ല. അപ്പോൾ അയാൾ പറഞ്ഞു, എങ്ങനെ ആ എഴുത്തിൻ്റെ കാലത്തിൽ നീയും കുഞ്ഞുങ്ങളും ഞാനുമൊക്കെ ജീവിക്കും? അപ്പോൾ അവർ ഈ ഒരു മേശയുടെ ഡ്രോയർ തുറന്നു. അതിനകത്ത് ചില എൻവലപ്പുകളിലായിട്ട് കുറച്ച് കറൻസിയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ ഒരു ഫാമിലി ബജറ്റിൽ നിന്ന്, നമ്മുടെ കുടുംബ ചെലവിൽ നിന്ന് ഞാൻ മിച്ചം പിടിച്ച ഇതാ, തൽക്കാലം ഓടിച്ചുകൊണ്ട് പോകാൻ ഇത് മതി. അങ്ങനെ ഈ മനുഷ്യനെ എഴുതാനായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ഈ സ്ത്രീ ആ കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അയാൾ എഴുതിയ ആ പുസ്തകം ഇന്ന് ഇംഗ്ലീഷ് പുസ്തകങ്ങളുള്ള ഏതൊരു ലൈബ്രറിയിലുമുണ്ട്. ദ സ്കാർലെറ്റ് ലെറ്റർ. ഒരു അടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനിലേക്ക് ഇങ്ങനെ ഊർജ്ജം ഊതിക്കൊടുത്തി എങ്ങനെയാണ് ചില മനുഷ്യർ ഇങ്ങനെ ഉയർപ്പിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് ഈ സ്ത്രീയും അവരെ പുരുഷനും ഓർമ്മിക്കപ്പെടും. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.